ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. പ്രാരബ്ധകർമ്മത്തെ അനുഭവിക്കാൻ പറ്റിയ കുടുംബത്തിൽ, അതിന് പറ്റിയ മാതാപിതാക്കളുടെ സന്താനമായിട്ട്, അതിന് പറ്റിയ കാലഘട്ടത്തിൽ, അതിന് പറ്റിയതായ ദേശത്ത് ജീവൻ ജനിക്കും. പ്രാരബ്ധത്തെ അനുഭവിക്കാൻ പറ്റിയ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടുന്നതായ സാഹചര്യങ്ങൾ പല പ്രകാരത്തിൽ ഒരുങ്ങും. ആ വഴിയിൽ കൂടി അവർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. അങ്ങനെ ഈ ശരീരം വിട്ടു പോകുന്നു എന്ന് പറയുന്നത് കേവലം വസ്ത്രം മാറുന്നത് പോലെ മാത്രമാണ്. 5 വയസ്സിലെ അല്ലെങ്കിൽ 1 വയസ്സിലെ അല്ലെങ്കിൽ 1 ദിവസത്തിലെ ശരീരം ജീർണിച്ചു പോയി. അത്ര കർമ്മവാസന മാത്രമേ ആ ശരീരത്തിൽ ഇരുന്ന് അനുഭവിക്കാൻ പ്രാരബ്ധം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അനുഭവിച്ചു പോയി എന്ന് മാത്രമല്ല, അപ്പോൾ ഈ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ദുഃഖവും കാര്യങ്ങളൊക്കെ വരും. അവർക്കും ആ ബന്ധം കിടപ്പുണ്ട്. നമുക്കിതൊന്നും അറിയില്ല. ഈ ശാസ്ത്രം പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ അവരെ സമാധാനിപ്പിക്കണം, അത് വേണം, നിർബന്ധമായിട്ടും വേണം. പക്ഷേ അങ്ങനെയുള്ള ബന്ധം ഉള്ളിടത്താണ് ഇവര് വരുന്നത്. ചിലർ 120 വയസ്സ് വരെയും ജീവിച്ചിരുന്ന ലോകത്തിന് നന്മകൾ ചെയ്യും. അങ്ങനെയുള്ള ആ ആത്മാവ്, ശരീരത്തെ വിട്ടുപോകുന്ന ആത്മാവ്, ജീർണിച്ച ശരീരത്തെ വിട്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈനം ചിന്തന്തി ശസ്ത്രാണി, ഇതിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല, ഇതിനെ തീ ദഹിപ്പിക്കുന്നില്ല. നൈനം ദഹതി പാവകഃ, ഇതിനെ തീ ദഹിപ്പിക്കുന്നില്ല. നചൈനം ക്ലേദയന്ത്യാപോ, ഇതിനെ വെള്ളം നനയ്ക്കുന്നില്ല. ന ശോഷയതി മാരുതഃ, ഇതിനെ കാറ്റുണക്കുന്നില്ല. ഇങ്ങനെ തീക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തതും വെള്ളത്തിന് നനയ്ക്കാൻ കഴിയാത്തതും കാറ്റിനുണക്കാൻ കഴിയാത്തതും ആയുധങ്ങൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയാത്തതുമായ അച്ഛേദ്യമായ, അദാഹ്യമായ, അക്ലേദ്യമായ, നിത്യവും സർവഗതവും സ്ഥാണുവുമായ ആ ആത്മാവാണ് നീ എന്ന് അറിഞ്ഞുകൊള്ളൂ എന്ന് അർജുനനെ ഉപാധിയാക്കിക്കൊണ്ട് ഭഗവാൻ പറയുന്നു. ഏതിനെ ആസ്പദമാക്കി? അദ്ദേഹത്തിൻ്റെ തന്നെ പൂർണ്ണ ബ്രഹ്മാനുഭവത്തെ ആസ്പദമാക്കി. യോഗേശ്വരനായിട്ട് എന്നാണ് പറയണത്. ഉപനിഷത്തിന്റെ സാരമാണ് ഗീതയായി വന്നത്. അതാണ് സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാല നന്ദന. എല്ലാ ഉപനിഷത്തുക്കളുമാണ് പശുക്കൾ. അതിനെ കറക്കുന്നയാള് അത് ഗോപാലനന്ദനാണ്, പാർത്ഥനാണ് പശുക്കുട്ടി. ആ ദുഗ്ധമാകട്ടെ പാലാകട്ടെ അമൃതമാണ്. അത് വളരെയേറെ പുണ്യം ചെയ്തിട്ടുള്ള ആളുകൾ നേടുന്നു എന്നും ഭഗവാൻ അവിടെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ മരണശേഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ആദ്യമേ തന്നെ അവസാനവും പറഞ്ഞു. കാലൻ പറഞ്ഞു നിർത്തുന്ന അവിടെയാണ്. ആദ്യമേ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയും, വളരെയേറെ ആളുകൾ അവിദ്യയുടെ പിടിയിലാണ്. അവര് അവിദ്യയാണ് എല്ലാം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. അവിദ്യായാം അന്തരേ വർത്തമാനാഹ, അവിദ്യയുടെ ഉള്ളിൽ വസിക്കുന്ന ആളുകൾ. വിദ്യ അവരുടെ ഉള്ളിൽ തൊട്ട് തേച്ചിട്ട് പോലും ഇല്ല. ആരെങ്കിലും വിദ്യയുടേതായ ഒരു വാക്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെവി പൊത്തും, ഇല്ലെങ്കിൽ ആക്ഷേപിക്കും, ചിലപ്പോൾ തല്ലാനും വരും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ ഇവർ അവിദ്യക്കുള്ളിലാണ് വസിക്കുന്നത്. അവിടെ വസിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ? സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ, സ്വയം ധീരന്മാരാണെന്ന് അഭിമാനിക്കും.
അങ്ങനെ അഭിനയിക്കും. പണ്ഡിതനാണ് എന്ന് യഥാർത്ഥത്തിൽ ഒരു പാണ്ഡിത്യവും ഇല്ല, എന്നിട്ടും പണ്ഡിതനാണ് എന്നിങ്ങനെ നടിച്ചു നടക്കും. അങ്ങനെയാണ് ആ ആളുകൾ. അങ്ങനെയുള്ള ആളുകള് ദന്ത്രമ്യമാണ പര്യന്തി മൂഢാഹ. അവര് ഈ ലോകത്തെ പറ്റിച്ച് തൻ്റെ സുഖ സൗകര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ളതായ തട്ടിപ്പ് വേലകൾ ഒക്കെ ചെയ്യും. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കും. അതെല്ലാം കേമമാണ് എന്ന്, ഇതെല്ലാം ബ്രഹ്മ സത്യത്തിൻ്റെ ബലത്തിൽ ചെയ്തിരിക്കുന്നതാണ് എന്നൊക്കെ വാദിക്കും. അങ്ങനെ പര്യന്തി മൂഢാഹ, ജന്മ ജരാ മരണങ്ങളിലൂടി അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ജനിക്കുമ്പോൾ മനുഷ്യനായി തന്നെ ജനിക്കാൻ കഴിയണമെന്നുണ്ടോ? പലർക്കും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ചെയ്ത കാര്യങ്ങളൊന്നും അങ്ങനെയുള്ളതല്ല. രാക്ഷസീയമായ പ്രവൃത്തികൾ, അതേപോലെ തന്നെ മൃഗങ്ങളുടേതായ പ്രവൃത്തികൾ, അതൊക്കെ നിരന്തരം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും മനുഷ്യ ജന്മത്തിൽ വരാൻ സാധിക്കുന്നില്ല. അവരുടെ ആ വാസനയ്ക്കനുസരിച്ചുള്ള ഏതെങ്കിലും മൃഗജന്മത്തിലോ മത്സ്യമായോ മരമായോ പുല്ലായോ പുഴുവായോ അല്ലെങ്കിൽ മണൽത്തരിയായോ ഒക്കെ ജനിക്കും. അവിടെ കിടക്കും, അവിടെ കിടന്ന് കഷ്ടപ്പെടും. ആ കഷ്ടപ്പാടെല്ലാം അനുഭവിച്ച് ക്രമേണ ചിത്തത്തിന് നൂറ്റാണ്ടുകളിലൂടെയും ആയിരത്താണ്ടുകളിലൂടെയും മോചനം വരുമ്പോൾ ആണ് പിന്നെ മുകളിലേക്ക് ഓരോ പടിയായി കയറി വരുന്നത്. അധ്യാത്മവിദ്യയുടെ പടിയിൽ കൂടി കയറി വരാൻ വലിയ പാടാണ്. എന്നാൽ വീഴാൻ വളരെ എളുപ്പമാണ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴാൻ വളരെ എളുപ്പമാണ്. എന്നാൽ കയറി വരാൻ പടിക്കെട്ട് ചവിട്ടി കയറി വരണം, ശ്രദ്ധിച്ച് കയറി വരണം, ഇല്ലെങ്കിൽ അവിടെയും വീഴും. ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്ന. അന്ധേന ഇവ നിയമാനായ ധാന്ത, കുരുടന്മാരാൽ നയിക്കപ്പെടുന്ന കുരുടന്മാരെ പോലെ ഇവരിങ്ങനെ ഈ ലോകത്തെ കിടന്ന് ഭ്രമിക്കുന്നു. ദൈവമില്ല, ധർമ്മമില്ല, ആരെയും സഹായിക്കേണ്ട കാര്യമില്ല, എന്തെന്നൊക്കെ നമുക്ക് സമ്പത്തും അധികാരവും പിടിച്ചെടുക്കാൻ പറ്റുമോ അതൊക്കെ പിടിച്ചെടുക്കണം, ആരെ പറ്റിച്ചിട്ടായാലും അതെല്ലാം പിടിച്ചെടുക്കണം. ഇതാണ് ഇത്തരക്കാർ മറ്റുള്ള ആളുകൾക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റുള്ള ആളുകളെ ആ വഴിയിൽ കൂടിയാണ് നയിക്കുന്നത്. അതാണ് അന്ധനാൽ, ജീവിതത്തിന്റെ പരമലക്ഷ്യം അറിഞ്ഞുകൂടാത്ത കുരുടനാൽ നയിക്കപ്പെടുന്ന കുരുടനെ പോലെ. അവന്റെ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ആരും വിശ്വസിച്ചു പോകും. ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? കാണിച്ചു തരാമോ? ഇവരുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. ഇവരുടെ സ്ഥിരം ചോദ്യം കാണിച്ചു തരാമോ? കണ്ണുകൊണ്ട് കാണാത്തതൊന്നും ഉള്ളതല്ല, ഞാൻ വിശ്വസിക്കില്ല. അവരോട് ചോദിക്കണം, ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇലക്ട്രിസിറ്റിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഓ, ഇതാ കാണുന്നുണ്ടല്ലോ. ഇലക്ട്രിസിറ്റിയെയാണോ കണ്ടത്, അതോ പ്രകാശകിരണങ്ങളെയാണോ കണ്ടത്? ഈ ബൾബ് എന്നുള്ളതായ ഉപകരണം അതിലൂടെ കടന്നു വരുന്ന ഇലക്ട്രിസിറ്റിയെ പ്രകാശകിരണമാക്കി മാറ്റിയപ്പോൾ അതിനെയാണ് കാണുന്നത്. അത് വേറൊന്നിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഏതിൽ തട്ടി പ്രതിഫലിച്ചോ അതിനെയാണ് കാണുന്നത്. ഇലക്ട്രിസിറ്റി ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാനും പറ്റില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തതൊക്കെ ഇല്ലാത്തതാണ് എന്ന് പറയുന്നവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അന്ധന്മാരാണ്. ഈ ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും പലരും വീണുപോകും. പക്ഷെ ഇങ്ങനൊരു മറുചോദ്യം ചോദിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അതിന് തക്കവണ്ണം ഉള്ള ഒരു പരിശീലനം കൊച്ചുനാളിലെ കിട്ടിയിട്ടില്ല. ഇതേപോലുള്ള ക്ലാസ്സുകളുടെ പ്രയോജനം അതാണ്. അങ്ങനെ ഒരു പരിശീലനം കിട്ടിയാൽ അവരുടൻ തിരിഞ്ഞു ചോദിക്കും. നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് ഈ ലോകത്തിലേറെ. ആറ്റമുകളെ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോണിനെ കണ്ടിട്ടുണ്ടോ? ശാസ്ത്രജ്ഞന്മാർ പറയണത് കേട്ടിട്ടല്ലേ ഉള്ളൂ. അവർക്ക് അതിന് തെളിവായിട്ട് കുറെ ഫോട്ടോകളും അവരുടെ പരീക്ഷണ റിസൾട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരും ആറ്റമിനെയും കണ്ടിട്ടില്ല, പ്രോട്ടോണിനെയും കണ്ടിട്ടില്ല, ന്യൂട്രോണിനെയും കണ്ടിട്ടില്ല. അതൊക്കെ അവരുടെ ഇൻഫറൻസ് ആണ്. ആ ഇൻഫറൻസ് ശരിയാണ് എന്ന് അനേകം അറ്റോമിക് റിയാക്ടറുകളിലൂടെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആറ്റമിനെ അവരും കണ്ടിട്ടില്ല. കാണാത്തതൊക്കെ ഇല്ലാത്തതാണെന്ന് പറയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്.
അതാണ് അന്ധേന ഇവ നിയമാനായ അന്ധ, അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധനെ പോലെ ഈ ലോകത്തില് അവര് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് എന്ത് ചിന്തയാ വരുന്നത്? എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ സമ്പാദ്യവാക്യം, നമ്മളുടെ ഈ പ്രശ്നത്തിന്റെ മറുപടി മുഴുവൻ സമ്പാദ്യവാക്യത്തിനകത്ത് കിടപ്പുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിന്റെ അവസാനമാണ് സമ്പാദ്യവാക്യം വരിക. സമ്പാദി വാനരങ്ങളോട് പറയുന്ന വാക്യം, അത് സമ്പാദിയോട് പറഞ്ഞത് നിശാകര താപസനാണ്. അങ്ങനെ താപസൻ തന്നോടുള്ള കാരുണ്യം കൊണ്ട് പറഞ്ഞ കാര്യം സമ്പാദി ഈ വാനരങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനം ആത്മാവിന്നുമായ, ആത്മാവിന് മായയുടെ ബലത്താൽ ദേഹോഹം, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബുദ്ധി, എന്നുള്ള തെറ്റിദ്ധാരണ വരും.